നമ്മുടെ നായകൻ്റെ പേര് ജിത്തു. വയസ്സ് 21. കോളേജ് ലൈഫ് അവസാനിച്ച് വീട്ടിൽ ചുമ്മാ മൊബൈലും കുത്തി സമയം കളഞ്ഞു കിടക്കുന്ന സമയം. ജീവിതത്തിൽ ഇനി എങ്ങോട്ട് പോകണമെന്നൊക്കെ ആലോചിച്ചു തുടങ്ങിയ അവൻ ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണവും നൈസായിട്ട് നടക്കുന്നുണ്ട്. വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പൊതുവെ ആരോടും അധികം മിണ്ടാത്ത പ്രകൃതിയാണ് ജിത്തുവിന്. ഒതുങ്ങിക്കൂടി മുറിയിൽ തന്നെ ഇരുന്ന് കഥകളൊക്കെ കേട്ട് സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് അവന് ഇഷ്ടമുള്ള വിനോദം. അതിൽ അവൻ്റെ ഇഷ്ടവിഷയം ആൻറ്റിമാർ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ അപ്പൻ്റെ കായംകുളത്തെ ബന്ധുവായ ബാബുചേട്ടൻ ഒരു ഓഫറുമായി വിളിച്ചത്. അങ്ങേര് അബുദാബിയിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നു. നാട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. വീട്ടിൽ ഡ്രൈവിങ്ങും അത്യാവശ്യം ജോലികളുമൊക്കെ ചെയ്യാൻ വിശ്വസ്തനായ ഒരാളെ വേണം. പുറത്തുനിന്നും ജോലിക്കാരെ നിർത്താൻ അയാൾക്ക് ധൈര്യമില്ല. ജിത്തുമോൻ വെറുതെ വീട്ടിലിരിപ്പല്ലേ, അവനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. ബാബുചേട്ടൻ അപ്പനോട് പറഞ്ഞു. അവന് മറ്റൊരു ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ ഇവിടെ നിന്നും ആകാലോ. ഇവിടെ ലൗലിക്കും മോനും ഒരു കൂട്ടുമാകും. അവൻ്റെ ചിലവിന് മാസാവസാനം ഒരു തുക ഞാൻ കൊടുക്കുകയും ചെയ്തോളാം. ഞാൻ എന്തായാലും 6 മാസത്തേക്ക് ഇനി നാട്ടിലുണ്ടായില്ല. അബുദാബിയിൽ എന്തെങ്കിലും സെറ്റായാൽ ഫാമിലി ഉൾപ്പെടെ അങ്ങോട്ട് മാറണം, അയാൾ പറഞ്ഞു. ഇത് കേട്ടതും ജിത്തുവിൻ്റെ അപ്പന് സന്തോഷമായി. ഉഴപ്പിൻ്റെ ആശാനായ ജിത്തുവിന് നാട്ടിൽ നിന്നാൽ ഒരു ജോലി കിട്ടുന്ന കാര്യം സംശയമാണെന്ന് അപ്പനറിയാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ജിത്തു ബാഗും പാക്ക് ചെയ്ത് കായംകുളത്തേക്ക് ബസ് കയറി. അവിടെ കുഞ്ഞിൽ പോയ പരിചയം മാത്രമാണ് അവനുള്ളത്. വീട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നത് അവനൊട്ടും ഇഷ്ടമായില്ല. സ്വന്തം റൂമിൽ കിട്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ അവിടെ ചെന്നാൽ കിട്ടുമോ? രാത്രിയിലെ അവൻ്റെ ഇഷ്ടവിനോദത്തിന് അവന് സമയം കിട്ടുമോ? അല്ലെങ്കിൽ അത് നിർത്തേണ്ടി വരുമോ? മനസ്സ് നിറയെ ആശങ്കകളായിരുന്നു അവന്. 10 മണിയോടെ ജിത്തു ബാബുചേട്ടൻ്റെ വീട്ടിലെത്തി. ടൗണിൽ നിന്നും മാറി ഒരു റബ്ബർ തോട്ടത്തിന് നടുവിൽ വലിയൊരു വീടായിരുന്നു അവരുടേത്. വീടും മുറ്റവുമൊക്കെ നല്ല ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. റോഡിൽ നിന്നും വീട്ടിലേക്ക് നീളമുള്ള ടൈൽസിൽ പാകിയ ഒരു പാത, ഇരുവശവും ചെടികൾ വളർത്തിയ മനോഹരമായ ഗാർഡൻ. ജിത്തു കോളിംഗ് ബെല്ലിൽ അമർത്തി. 1 മിനിറ്റിന് ശേഷം ആ വാതിൽ തുറന്നു. മുന്നിൽ വന്നു നിന്ന ആളെ കണ്ട് ജിത്തുവിൻ്റെ കണ്ണും വായും തുറന്നു പോയി. ഇടതൂർന്ന കേശഭാരം, ഗോതമ്പിൻ്റെ നിറം, ഒരു വെള്ള കളർ മാക്സിയാണ് ആൻറ്റി ഇട്ടിരിക്കുന്നത്. വിടർന്ന കണ്ണുകളും കൗതുകവും കുസൃതിയും ആ മുഖത്തുണ്ട്. ലൗലി ആൻറ്റി. പെട്ടെന്ന് ജിത്തുവിൻ്റെ മനസ്സിൽ ആ പേര് മുഴങ്ങി. കുഞ്ഞിലെ എന്നു കണ്ടുമറന്ന മുഖമാണ്. പക്ഷേ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണായി ആൻറ്റി മാറുമെന്ന് ജിത്തു സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രാത്രിയിൽ താൻ തൻ്റെ ഭാവനകളിൽ കൊണ്ടുവരാറുള്ള ആൻറ്റിമാരെയൊക്കെ ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അവന് തോന്നിപ്പോയി. ഇതൊരുമാതിരി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഒരു അപ്സരസിനെ പോലെ തന്നെ. അവൻ കണ്ണുമിഴിച്ച് ആൻറ്റിയെ നോക്കി നിന്നു. ആൻറ്റി സംശയത്തോടെ അവനെ അടിമുടിയൊന്ന് നോക്കി. ജിത്തുമോനല്ലേ? അവൾ ചോദിച്ചു. ആ. കഷ്ടപ്പെട്ട് ബോധം വീണ്ടെടുത്ത് ജിത്തു മൊഴിഞ്ഞു. ആൻറ്റിയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്, കയറി വാ. അവർ ഓടിയിറങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചു. ആ വലിയിൽ അവൻ അടിതെറ്റി വീണത് അവരുടെ മേത്തേക്ക് തന്നെയായിരുന്നു. പർവ്വതമുകളിൽ വീണ പോലെയായിരുന്നു അവൻ അപ്പോൾ തോന്നിയത്. ജിത്തുവിൻ്റെ ആള് തലപൊക്കി എഴുന്നേൽക്കുകയും ചെയ്തു. ആൻറ്റി അവനെ ചേർത്ത് പിടിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. അതെ, ജിത്തുമോൻ വന്നു കേട്ടോ, ആൻറ്റി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബെഡ്റൂമിൽ നിന്നും കയ്യിൽ വാച്ച് ധരിച്ചുകൊണ്ട് ബാബുചേട്ടൻ ഇറങ്ങി വന്നു. എടാ മോനെ, വഴി തെറ്റിയില്ലല്ലോ അല്ലേ? ബാബുചേട്ടൻ അവനെ ഏറ്റുവാങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്ക് ഞങ്ങളേക്ക് അറിയോ? അതെങ്ങനെയാ? നിന്റെ അപ്പനെ പറഞ്ഞാൽ മതിയല്ലോ. കൂട്ടിലടിച്ചല്ലേ പിള്ളേരെ വളർത്തിയത്. ബാബുചേട്ടൻ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചേട്ടൻ എന്നോട് സെറ്റിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. ജിത്തു, ഞാനിന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് പോവുകയാണ്. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ടെൻഷനാണ് മോനെ. നീ വന്നത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ഞാൻ നിന്റെ അപ്പനോട് ഇത് പറഞ്ഞു. ബാബുചേട്ടൻ ഇടയ്ക്ക് സമയം നോക്കി. ടാക്സി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എത്തും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ലൗലി പറയും. നിന്നെ ഒരു ജോലിക്കാരനായിട്ടല്ല ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, കേട്ടല്ലോ. അങ്ങനെ ഒരു വിചാരമേ വേണ്ട. ലൗലിയും മോനും ഒറ്റയ്ക്ക് നിന്ന് ശീലിച്ചിട്ടില്ല. അവർക്ക് ഒരു കൂട്ട്, അത് കരുതിയാണ് നിന്നെ വിളിച്ചത്. പിന്നെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. നിനക്ക് ചിലവിനുള്ള പൈസയൊക്കെ ഞാൻ അക്കൗണ്ടിലിട്ട് തന്നേക്കാം. ഒന്ന് നിർത്തിയ ശേഷം ചേട്ടൻ ആൻറ്റിയെ നോക്കി.
അവൻ എഴുന്നേറ്റില്ലേടി? ആൻറ്റി മുകളിലേക്ക് നോക്കി വിളിച്ചു. മോനെ കുഞ്ഞു. മുകളിലെ ഒരു ഡോർ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. വിശാലമായ ബാൽക്കണിയിൽ അവരുടെ മകൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ മമ്മി? മെലിഞ്ഞു ഉയരം കുറഞ്ഞ ഒരു ആൺകുട്ടി. കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നുന്നില്ല. കട്ടി കണ്ണാട വെച്ചിട്ടുണ്ട്. ഒരു നിക്കറും വലിയ ടീഷർട്ടുമാണ് വേഷം. അവൻ കണ്ണാട ഒന്ന് ശരിയാക്കി താഴേക്ക് നോക്കി. ജിത്തുവിനെ കണ്ട് അവനൊന്ന് പരിങ്ങി. ഇറങ്ങി വാടാ കുഞ്ഞു, ബാബുചേട്ടൻ അവനെ വാത്സല്യത്തോടെ വിളിച്ചു. എന്നിട്ട് ജിത്തുവിനോടായി പറഞ്ഞു, ഇവനാണ് ഞങ്ങളുടെ ആകെയുള്ള സന്തതി. വലിയ പഠിപ്പിയാണ്. ഇവന് അധികം കൂട്ടുകാരുമില്ല. നീ വേണം ഇവനെ ഒന്ന് സെറ്റാക്കാൻ. അപ്പോഴേക്കും കുഞ്ഞു താഴേക്കിറങ്ങിയിരുന്നു. അവൻ നാണത്തോടെ ആൻറ്റിയുടെ അടുത്ത് വന്ന് നിന്നു. ഇതാണ് എൻ്റെ ജിത്തുചേട്ടൻ. ആൻറ്റി ജിത്തുവിനെ പരിചയപ്പെടുത്തി. ഏത് ക്ലാസ്സിലാ? ജിത്തു അവനോട് തിരക്കി. ഡിഗ്രി സെക്കൻഡ് ഇയർ, അവൻ മെല്ലെ പറഞ്ഞു. കണ്ടാൽ പറയില്ല അല്ലേ? ബാബുചേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും പ്രായം 18 കഴിഞ്ഞു. ജിത്തുവും അത് തന്നെയാണ് ചിന്തിച്ചത്. ചെക്കനെ കണ്ടാൽ 6ലോ 7ലോ പഠിക്കുകയാണെന്നേ തോന്നൂ. അതിനുള്ള ശാരീരിക വളർച്ചയെ അവനുള്ളൂ. അപ്പോഴേക്കും പുറത്ത് ടാക്സി എത്തിയിരുന്നു. ബാബുചേട്ടനും ആൻറ്റിയും ധൃതിയിൽ ബാഗുകൾ ടാക്സിയിൽ കയറ്റി. ജിത്തുവും ഒപ്പം കൂടി. അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആൻറ്റിയിൽ തന്നെ ആയിരുന്നു. ആൻറ്റി ബാഗൊക്കെ ഡിക്കിയിലെടുത്ത് വെക്കുമ്പോൾ അവൻ ആൻറ്റിയെ നോക്കി നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഹോ, എന്തൊരു സുന്ദരിയാണിവർ. എന്തിനാണെന്നാവോ ചേട്ടൻ ഇവരെ വിട്ടിട്ട് അബുദാബിയിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു സുന്ദരി ഭാര്യയെ കിട്ടിയാൽ ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ? ബാഗുകൾ ഒക്കെ അടക്കി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി വിയർത്ത് കുളിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ടാക്സി ഡ്രൈവർ ആൻറ്റിയെ ഒളിഞ്ഞു നോക്കുന്നത് ജിത്തു കണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് ബാബുചേട്ടൻ ഒന്നുകൂടി അവരെ കെട്ടിപ്പിടിച്ചു. ആൻറ്റിയും മകനെയും ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. അങ്ങനെ ആ വലിയ വീട്ടിൽ അവർ 3 പേരും മാത്രം ബാക്കിയായി. ഹോ, ആകെ വിയർത്തു. ജിത്തു, നിനക്ക് കുളിക്കണ്ടേ? ആൻറ്റി നെറ്റി തുടച്ചുകൊണ്ട് ചോദിച്ചു. ആ വേണം ആൻറ്റി, ഞാനും വിയർത്തു. ജിത്തു ആൻറ്റിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരുമിച്ച് കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നുവെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. മോനെ, ജിത്തു ചേട്ടന് നിന്റെ ബാത്റൂം കാണിച്ചു കൊടുക്ക്. അലമാരയിൽ നിന്നും ഒരു ടവലും എടുത്ത് കൊടുക്കട്ടോ. അതും പറഞ്ഞ് ആൻറ്റി വീട്ടിലേക്ക് കയറി. ജിത്തുവും കുഞ്ഞുവും പിന്നാലെ കയറി. എന്താ നിന്റെ ശരിക്കുള്ള പേര്? ജിത്തു കുഞ്ഞുവിനോട് തിരക്കി. കെവിൻ ജോൺ, കുഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബാബുചേട്ടൻ്റെ ശരിക്കുള്ള പേര് ജോൺ എന്നാണല്ലേ? എനിക്കറിയില്ലായിരുന്നു. ഞാനും ചിരിച്ചു. ആ, ഇവിടെ എല്ലാവർക്കും വിളിപ്പേരുണ്ട്. മമ്മിക്ക് മാത്രമേ ഒറ്റ പേരുള്ളൂ, ലവ്ലി. കുഞ്ഞു പെട്ടെന്ന് ജിത്തുവിനോട് കൂട്ടായി. കുഞ്ഞുവിൻ്റെ മുറി അത്യാവശ്യം വലുതായിരുന്നു. AC ഉൾപ്പെടെ എല്ലാ സൗകര്യവും. പഠിക്കാൻ പ്രത്യേക മേശ, ലാപ്ടോപ്പ്, ഐപാഡ് എല്ലാം മേശയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ജിത്തു കൗതുകത്തോടെ എല്ലാം നോക്കിക്കണ്ടു. വീട്ടിലെ കുഞ്ഞുമുറിയിലെ തൻ്റെ കട്ടിൽ അവൻ ഓർത്തു. ബാബുചേട്ടന് പൂത്ത ക്യാഷാണ്. കുഞ്ഞുവിൻ്റെ വിശാലമായ ബാത്റൂമിൽ കുളിച്ചതോടെ ജിത്തുവിൻ്റെ ക്ഷീണം മാറി. ഷവർ ജെല്ലും ഷാമ്പുവും വെക്കാനുള്ള ഹോൾഡറുകൾ ഉൾപ്പെടെ മറ്റാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഒരു കിടിലൻ ബാത്റൂമായിരുന്നു അത്. അവൻ വസ്ത്രം മാറി താഴേക്ക് എത്തി. ആഹാ, കുളിച്ച് സുന്ദരനായല്ലോ. ആൻറ്റി കിച്ചണിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ പൈനാപ്പിൾ ജ്യൂസുമായി എത്തി. ജിത്തു അത് വാങ്ങി കുടിച്ചു. എന്നിട്ട് സെറ്റിയിലിരുന്നു. ആൻറ്റി നേരത്തെ ഇട്ടിരുന്ന മാക്സി മാറ്റി ഒരു ഷോർട്ട്സും ടീഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം അതിൽ നന്നായി കാണുന്നുമുണ്ട്. ആൻറ്റി TV ഓണാക്കി ജിത്തുവിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. പറയടാ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആൻറ്റി ചോദിച്ചു. ആ, സുഖാണ് ആൻറ്റി, ജിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് നിൻ്റെ അപ്പനെയും അമ്മയും മിസ് ചെയ്യുമോടാ? വീട് വിട്ട് നീ മാറി നിന്നിട്ടുണ്ടോ? ആൻറ്റി ചോദിച്ചു. ആൻറ്റിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ചില്ല എന്ന് പോലും അവൻ ഓർത്തത്. അവനുടൻ തന്നെ ഫോണെടുത്ത് അമ്മയെ ഡയൽ ചെയ്തു. അങ്ങനെ ഞാൻ മാറി നിന്നിട്ടില്ല ആൻറ്റി. പണ്ട് സ്കൂൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാഴ്ച മാത്രം ഞാൻ മാറി നിന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോഴാ. അപ്പോഴേക്കും അമ്മ ഫോണെടുത്തു. ആൻറ്റിയുടെ വീട്ടിലെത്തിയ കാര്യവും ചേട്ടൻ പോയ കാര്യമൊക്കെ ജിത്തു അമ്മയോട് പറഞ്ഞു. ആൻറ്റിയും ഫോൺ വാങ്ങി കുറേ നേരം സംസാരിച്ചു. ജിത്തു TV-യിൽ ശ്രദ്ധിക്കുന്ന മട്ടിൽ ആൻറ്റിയെ അടിമുടി നോട്ടം കൊണ്ട് അളക്കുമായിരുന്നു. ആൻറ്റിക്ക് അവനേക്കാൾ അല്പം കൂടുതൽ ഉയരമുണ്ട്. ആദ്യമേ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ അതവന് മനസ്സിലായി. അത്യാവശ്യം വണ്ണമുണ്ടെങ്കിലും അത്ര വൃത്തികേടില്ല. എല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട്.
കാലിലെ നഖം മുതൽ തല വരെ ഒരു പരസ്യ മോഡലെ പോലെ തോന്നിപ്പിക്കുന്ന ഭംഗിയായിരുന്നു. ഫോൺ കട്ട് ചെയ്ത് നോക്കിയ ആൻറ്റി കാണുന്നത് അവരുടെ കാലിലേക്ക് നോക്കുന്ന ജിത്തുവിനെയാണ്. അവരുടെ സ്വന്തം കാലിലേക്ക് അവരും നോക്കി. എന്താടാ, നീ എന്താ നോക്കുന്നത്? അവർ ചോദിച്ചു. ജിത്തു ഒന്ന് നെട്ടി. ഏയ്, ഒന്നുമില്ല ആൻറ്റി, ഞാൻ വെറുതെ ഓരോന്നോർത്ത്. ആൻറ്റിയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. നീ ടെൻഷൻ ആവണ്ടടാ, എന്നെ സ്വന്തം മമ്മിയെ പോലെ കരുതിക്കോ. നീ എനിക്ക് കുഞ്ഞുവിനെ പോലെ തന്നെയാ. അവനും ഇനി നിന്റെ സ്വന്തം അനിയനാ, ആൻറ്റി ജിത്തുവിൻ്റെ തോളിൽ കൈയിട്ട് പറഞ്ഞു. ഈ സമയത്ത് താഴെ ഒരാൾ ശ്വാസം മുട്ടുന്നതും അവൻ അറിഞ്ഞു. ആ സമയത്ത് ആൻറ്റി കുഞ്ഞുവിനോട് പറഞ്ഞു, ഡാ കുഞ്ഞു, നോക്കടാ, എൻ്റെ മൂത്ത മോന കണ്ടോ? കുഞ്ഞുവിൻ്റെ മുഖത്ത് ചിരി നിറഞ്ഞു. അവൻ ഓടി വന്ന് ആൻറ്റിയുടെ വലത്ത് ഭാഗത്തിരുന്ന് കെട്ടിപ്പിടിച്ചു. ആൻറ്റി കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും തന്നിലേക്ക് ചേർത്തു. എൻ്റെ കുഞ്ഞു വാവകൾ എന്നും പറഞ്ഞ് അവൾ വീണ്ടും അവരെ ഒന്നും കൂടി ചേർത്തു. ജിത്തു ചെറുതായി തല ഉയർത്തി കുഞ്ഞുവിനെ നോക്കി. അവനപ്പോൾ ജിത്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം അമ്മയെ നന്നായി ചുംബിക്കുന്നു. ആ കാഴ്ച ജിത്തുവിന് ഒരു വിറവൽ സൃഷ്ടിച്ചു. അച്ചോടാ, മമ്മിയുടെ മുത്താണ് നീ, ആൻറ്റി കുറുകിക്കൊണ്ട് മകൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പോൾ ചേട്ടനില്ലേ? ഇളകി ചിരിച്ചുകൊണ്ട് കുഞ്ഞു ആൻറ്റിയോട് ചോദിച്ചു. ജിത്തു എന്ന് കിടങ്ങി. അവൻ അമ്പരന്ന് ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി ചിരിയോടെ അവൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് വേണോടാ? ആൻറ്റി ചോദിച്ചു. ജിത്തു എന്ത് പറയണമെന്നറിയാതെ പകച്ചു. എന്ത്? ആൻറ്റി പൊട്ടിച്ചിരിച്ചു. നിനക്ക് ഉമ്മ വേണോന്ന്. ജിത്തു ലജ്ജയോടെ കുഞ്ഞുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യേ, ചേട്ടൻ ചമ്മി മമ്മി, ചേട്ടനും കൊടുക്കൊരു ഉമ്മ. കുഞ്ഞു മമ്മി ഇറുക്കി പിടിച്ചു പറഞ്ഞു. അവന് വേണമെങ്കിൽ അവൻ ചോദിക്കട്ടെ, ഇവിടെ വെറുതെ ഉമ്മയൊന്നും കൊടുക്കുന്നില്ല, ആൻറ്റി കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞു. ആൻറ്റിയുടെ കണ്ണിൽ ഒരു കുസൃതി ജിത്തു കണ്ടു. എന്നാ എനിക്കും ഒരെണ്ണം. ജിത്തു ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ആൻറ്റിയും കുഞ്ഞും ഉറക്കെ ചിരിച്ചു. അയ്യടാ, അവൻ്റെ നാണം കണ്ടില്ലേ? ആൻറ്റി അവൻ്റെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. ഒന്ന് പോ ആൻറ്റി, കളിയാക്കാതെ. എനിക്കൊന്നും വേണ്ട. അവൻ്റെ സ്വരത്തിൽ പരിഭവമുണ്ടായിരുന്നു. അതോടെ ആൻറ്റിക്ക് അവനോടുള്ള വാത്സല്യം കൂടി. പാവൻ്റെ കുട്ടി, വീട്ടിൽ നിന്നും സ്നേഹം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? അവർ മനസ്സിൽ പറഞ്ഞു. ജിത്തു, നീയോ എൻ്റെ മോനാ, എൻ്റെ മൂത്ത ചെക്കൻ. അതും പറഞ്ഞ് ആൻറ്റി ജിത്തുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ജിത്തു ആകെ നെട്ടിപ്പോയി. ഇതിൻ്റെ അടുത്ത പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.